നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ 2025 വർഷം പൂർത്തിയാവുന്നതാണ് ജൂബിലി വർഷം 2025. 2000 ആണ്ടിൽ നാം മഹാജൂബിലി ആഘോഷിച്ചു. ഇപ്പോൾ 25 വർഷങ്ങൾ പൂർത്തിയാകുമ്പോൾ 2025 നമ്മൾ സാധാരണ ജൂബിലി ആഘോഷിക്കുകയാണ്. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്ന തിരുവെഴുത്തിലൂടെ 2024 മെയ് 9 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണ തിരുനാളിൻ്റെ ദിവസമാണ് ഫ്രാൻസിസ് പാപ്പ ഔദ്യോഗികമായി ജൂബിലി വർഷ പ്രഖ്യാപനം നടത്തിയത്. അതിനുശേഷം പത്രോസിൻ്റെ ബസിലിക്കയുടെ കവാടങ്ങൾ 2024 ഡിസംബർ 24 ഔദ്യോഗികമായി തുറന്നുകൊണ്ട് ഈ ജൂബിലിക്ക് ഔദ്യോഗിക തുടക്കം ഫ്രാൻസിസ് പാപ്പ കുറിച്ചു. അതേ തുടർന്ന് 2024 ഡിസംബർ 29 ലോകമെമ്പാടുമുള്ള കത്തോലിക്കാ സഭയുടെ കത്തീഡ്രൽ ദേവാലയങ്ങളുടെ കവാടങ്ങൾ പ്രാദേശിക സഭയുടെ മെത്രാന്മാർ തുറന്നുകൊണ്ട് ലോകമെമ്പാടും ജൂബിലിക്ക് തുടക്കം കുറിച്ചു. 2026 ജനുവരി 6 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷവൽക്കരണത്തിൻ്റെ തിരുനാൾ ദിവസം ഔദ്യോഗികമായി ഈ ജൂബിലി സമാപിക്കുന്നതാണ്. പ്രത്യാശയുടെ തീർത്ഥാടകർ എത്ര മനോഹരവും സുന്ദരവുമായ വാക്കാണ്. ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ഈ തീർത്ഥാടനം നമുക്ക് തുടരാം. ലേവ്യ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതുപോലെ ഹെബ്രായ പാരമ്പര്യത്തിൽ അടിമകളെ മോചിപ്പിക്കുകയും കടങ്ങൾ ക്ഷമിക്കുകയും ചെയ്തുകൊണ്ട് ഓരോ 50 വർഷത്തിലും ഒരു ജൂബിലി ആഘോഷിക്കപ്പെട്ടിരുന്നു. 1299 പ്ലേഗ്, യുദ്ധം, ഭൗതിക ബുദ്ധിമുട്ടുകൾ എന്നിവയുടെ ഇടയിൽ ആയിരക്കണക്കിന് തീർത്ഥാടകർ റോമിലേക്കൊഴുകിയെത്തി. തങ്ങൾ നേരിട്ട പരീക്ഷണങ്ങൾക്കിടയിൽ തങ്ങളുടെ ജീവിതം പരിഷ്കരിക്കുകയും ദൈവത്തിൻ്റെ അനുഗ്രഹം തേടുകയും ചെയ്യണമെന്ന് ക്രിസ്തീയ വിശ്വാസികൾക്ക് തോന്നി. അവരുടെ വിശ്വാസത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ബോണിഫസ് 7 മാർപ്പാപ്പ 1300 എല്ലാ പാപങ്ങളുടെയും മോചനത്തിൻ്റെ ഒരു വർഷം പ്രഖ്യാപിച്ചു. ഇത് ആദ്യത്തെ സാധാരണ ജൂബിലിയായി കണക്കാക്കപ്പെട്ടിരുന്നു. ഈ വർഷത്തിൽ വിശുദ്ധ പത്രോസിൻ്റെയും പൗലോസിൻ്റെയും ശവകുടീരങ്ങൾ സന്ദർശിക്കുന്നവർക്ക് പൂർണ്ണ പാപമോചനം നൽകപ്പെട്ടു. അന്ന് ആദ്യമായി വിശുദ്ധ കവാടം നിർമ്മിച്ചതും തുറന്നതും ലോക ദേവാലയങ്ങളുടെ മാതൃദേവാലയം എന്നറിയപ്പെടുന്ന സെയിൻറ്റ് ജോൺ ലാറ്ററൻ ബസിലിക്കയിലായിരുന്നു. തീർത്ഥാടകർ റോം സന്ദർശിക്കുകയും പ്രത്യേക അനുഗ്രഹങ്ങൾ സ്വീകരിക്കുകയും ചെയ്തത് താമസിയാതെ ഒരു പാരമ്പര്യമായി മാറി. ഗ്രിഗറി 8 പാപ്പ സെന്റ് പീറ്റേഴ്സ്, സെന്റ് പോൾസ്, സെന്റ് മേരി മേജർ ബസിലിക്കകളിലും വിശുദ്ധ കവാടങ്ങൾ സ്ഥാപിച്ചു. ഇതിൽ ഏറ്റവും സവിശേഷ നിർമ്മിതി വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക തന്നെയാണ്. തുടർന്ന് 100 വർഷത്തിൻ്റെ ഇടവേളയിൽ സഭയിൽ ജൂബിലി വർഷം ആചരിച്ചു പോന്നു. 1342 റോമിലെ വിശ്വാസികൾ അന്നത്തെ മാർപ്പാപ്പയായ ക്ലെമന്റ് 6 അഭ്യർത്ഥിച്ചതിൻ്റെ ഫലമായി ജൂബിലിയുടെ ഇടവേള 50 വർഷമായി ചുരുക്കി. തുടർന്ന് സഭയെ നയിച്ച പോൾ 2 മാർപ്പാപ്പ ഈ ജൂബിലിയുടെ ഇടവേള 25 വർഷമാക്കി മാറ്റുകയും ചെയ്തു. 1475
സിക്സ്റ്റസ് നാലാമൻ മാർപ്പാപ്പയാണ്. 25 വർഷത്തെ ഇടവേളയിലെ ആദ്യത്തെ ജൂബിലി ആഘോഷം നടത്തിയത്. തുടർന്ന് കൃത്യമായ ഇടവേളയിൽ സഭയിൽ ജൂബിലി ആഘോഷങ്ങൾ ആചരിച്ചു വരുന്നു. 1900 ലയോ 13 മാർപ്പാപ്പയും 1925 പിയൂസ് 11 മാർപ്പാപ്പയും സാധാരണ ജൂബിലി വർഷം പ്രഖ്യാപിച്ചു. 1933 പിയൂസ് 13 മാർപ്പാപ്പ ഈശോയുടെ മരണത്തിന്റെ 1900 വാർഷികത്തോടനുബന്ധിച്ച് ഒരു അസാധാരണ ജൂബിലി വർഷവും പ്രഖ്യാപിച്ചു. 1950 പിയൂസ് 12 മാർപ്പാപ്പയും 1975 പോൾ 6 മാർപ്പാപ്പയും സാധാരണ ജൂബിലി വർഷം ആഘോഷിച്ചു. ജോൺ പോൾ 2 മാർപ്പാപ്പ 1983 ഈശോയുടെ മരണത്തിന്റെ 1950 വാർഷികത്തോടനുബന്ധിച്ച് അസാധാരണ ജൂബിലി വർഷവും 2000 മഹാ ജൂബിലി വർഷവും പ്രഖ്യാപിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പ 2015 വത്തിക്കാൻ കൗൺസിലിന്റെ 50 വാർഷികത്തോടനുബന്ധിച്ച് ദൈവകരുണയുടെ അസാധാരണ ജൂബിലി വർഷം പ്രഖ്യാപിച്ചു. സാർവത്രിക സഭ ഓരോ 25 വർഷം കൂടുമ്പോഴും ക്രിസ്തുവിൻ്റെ പിറവിത്തിരുനാളിനോടനുബന്ധിച്ച് ജൂബിലി വർഷമായി പ്രഖ്യാപിക്കാറുണ്ട്. അനുരഞ്ജനം, സ്നേഹം, സാഹോദര്യം ഇതെല്ലാമാണ് ഈ ജൂബിലി വർഷത്തിൽ നടത്തേണ്ടത്. പ്രത്യാശയുടെ തീർത്ഥാടകർ എന്ന പ്രമേയമാണ് 2025 നമ്മൾ ജൂബിലിക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പ മനോഹരമായി പറഞ്ഞ് നമുക്ക് നൽകിയിരിക്കുന്ന പ്രത്യാശയുടെ ജ്വാലയെ നാം ജ്വലിപ്പിക്കണം. കൂടാതെ തുറന്ന മനസ്സോടെയും വിശ്വസിക്കുന്ന ഹൃദയത്തോടെയും ദീർഘവീക്ഷണത്തോടെയും ഭാവിയിലേക്ക് നോക്കുന്നതിലൂടെ എല്ലാവരെയും പുതിയ ശക്തിയിൽ ഉറപ്പ് നേടുവാൻ നാം സഹായിക്കണം. ഈ ജൂബിലി വർഷത്തിൽ സ്നേഹത്തോടെ, സാഹോദര്യത്തോടെ, അനുരഞ്ജനത്തോടെ പ്രത്യാശയുടെ തീർത്ഥാടകരായി നമുക്ക് മുന്നേറാൻ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.